ഇവിടെ പോവാന്ന് കുറച്ച് ദിവസമൊക്കെ പറയണ മോളൊന്ന് കണ്ടോന്ന് പറയണം. എന്താന്ന് ഫസ്റ്റ് ടൈമാ ഇവിടെ നെഹിൽ മോളിന് ഫസ്റ്റ് ടൈം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സൗദിയിൽ എല്ലാ ലുലു മോളിലും 50% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളും പോകുന്നത്. ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഇനി ലാസ്റ്റ് ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ കഴിയുമോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടല്ല കേട്ടോ പോയത്, ഇവിടെ ഫൈസലിയയിലുള്ള നെഹിൽ മാള്. അത് ഇവിടുത്തെ ഒരു അടിപൊളി മോളാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്, അതിൻ്റെ ചർച്ചയാണ് ഫസ്റ്റ് കേട്ടത്. അപ്പം ഇവിടെ ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. ലുലു ഇവിടെ ഒരു 1 മണി 2 മണി വരെയൊക്കെ ഉണ്ട്. അപ്പം അതുവരെ നമുക്ക് എന്തായാലും ഷോപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ പറയാൻ വയ്യ, അടിപൊളി ഷോപ്പുകളാണ് മൊത്തം. പിന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പം കൂടുതൽ ആൾക്കാരും ഇവിടെ ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ ഷോപ്പിങ്ങിന് വരുന്നവരുണ്ട്. ഒത്തിരി ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടെ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് കാറുകൾ വരെ സെയിൽ നടക്കുന്നുണ്ട്. അത്രയും കുറച്ച് വലിയ മോൾ തന്നെയാണ്. ആ കാറൊക്കെ ഇവർക്ക് വാങ്ങാനുള്ളത് തന്നെയാണാവോ കേട്ടോ. വെറുതെ കയറിയിരുന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വാങ്ങുമായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് മേലെ കയറി. അവിടെ മൊത്തം ഫുഡ് സ്പോട്ടാണ് അതിൻ്റെ മോൾ ഭാഗത്തുള്ളത്. കുറേയൊക്കെ ഇങ്ങനെ കണ്ട് പോരുക, അത്രേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ ഇവിടെ സ്റ്റാർബക്സിലൊക്കെ നമ്മളെ നാട്ടിൽ സാധാരണ ചായ കുടിക്കാൻ ഇരിക്കുന്ന പോലെ ആൾക്കാർ അങ്ങനെ ഇരുന്ന് കുടിക്കുന്നു. എന്നാലും നമുക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇവിടെ ചില കടകളിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് പെർഫ്യൂംസിന്, അതേപോലെ ബോഡി ലോഷൻസ്, അങ്ങനെയൊക്കെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. കുറച്ച് നല്ല നല്ല കമ്പനികൾ തന്നെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അധികം വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കൂല. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ലുലുവിലേക്കാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചാണ് ലുലുവിൽ കയറുന്നത്. അത് മൊത്തം അവിടെ ചെന്നിട്ട് പൊട്ടിത്തകരെയാണ് ഉണ്ടായത്. അവർ 50% ഓഫ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സാധനങ്ങൾക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ന്യൂസിലൊക്കെ നമ്മൾ കേട്ടത് ലുലുവിൽ എല്ലാത്തിനും 50% ഓഫർ എന്നൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രൈപ്പോഡും മൈക്കൊക്കെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഓഫറിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കാര്യമായിട്ട് പോയത്. പക്ഷെ അതിനൊന്നും ഓഫറില്ല. താഴെ ഫ്രഷ് മാർക്കറ്റിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോയത് മേലെ ഇലക്ട്രോണിക്സിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ എടുക്കാനല്ല തിരക്ക്, ബില്ലിങ്ങിൽ കുറച്ച് കൂടുതൽ തിരക്കാണ്. പിന്നെ കുട്ടികളെ ടോയ്സിനൊന്നും ഇതിലൊന്നും ഓഫറൊന്നുമില്ല കേട്ടോ. പിന്നെ ചില ടോയ്സിനൊക്കെ ഇങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ട്. ചിലതിൽ 50% എന്ന് അവർ എഴുതിയിട്ടുള്ളത് തന്നെ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് അത് 50% ഇല്ല. ഞാൻ നൈറ്റി ഒക്കെ എടുത്തത് 23 റിയാലാണ് അതിലുണ്ടായിരുന്നത്. അവിടെ 50% ഓഫറും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, ഇത് 23 റിയാലിൻ്റെ ഹാഫാണോ വരുന്നത്? അപ്പോൾ അയാൾ അതേന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുക്കും. പിന്നെ കുട്ടികളുടെ ടീഷർട്ടൊക്കെ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റേറ്റ് നമ്മളൊരു 17 റിയാൽ 20 റിയാലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഹാഫല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ അതൊക്കെ ബില്ലടിച്ചപ്പം ഇവർ ഈ 50% കഴിച്ചിട്ടാണ് അത് അവിടെ വെച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. പക്ഷെ ചിലത് അങ്ങനെയല്ല. ചിലത് നമ്മൾ ബില്ലടിക്കുമ്പോൾ ഹാഫ് റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് പാൻറ് എടുത്തു, അപ്പോൾ അതിന് 46 സംതിങ് എത്തിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഹാഫ് റേറ്റിൽ കിട്ടി. അപ്പോൾ ചിലത് നമുക്ക് കിട്ടും, ചിലതൊന്നും കിട്ടൂല. പിന്നെ കുറേ ആൾക്കാർ TV ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഓഫർ പ്രൈസ് എന്നുള്ളത് എനിക്കറിയില്ല. നോർമൽ അവർ പറയുന്ന ഒരു ഓഫറും നമ്മളവിടെ കണ്ടില്ല. നമുക്ക് സാധാരണ വേണ്ട സാധനങ്ങൾ കിട്ടോ. പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഓഫേഴ്സൊക്കെ ചിലതിന്. എന്നാലും നോർമൽ നമ്മൾ പുറത്ത് വാങ്ങുന്നതിൻ്റെ റേറ്റിനേക്കാളും കൂടുതലാണ്. അതാണ് മെയിൻ. എനിക്ക് തോന്നുന്നു ഇവർ 50% ഇടുന്നത് തന്നെ
അതിൻ്റെ റേറ്റ് കുറച്ച് കൂട്ടിയിട്ട് പിന്നെ അതിന് ഹാഫാക്കി ഇടുക, അങ്ങനെ ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ താഴെ പോയി കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങി. നമുക്ക് എന്തായാലും അധികം ഓഫേഴ്സ് ഒന്നും കിട്ടിയില്ല, നല്ല റേറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഫേഴ്സൊക്കെ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. നമുക്കൊക്കെ പോയത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. എന്നാൽ അവിടെ ഒടുക്കത്തെ തിരക്കാണ്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.